Hi everyone. Iterative method of solving system of equations ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ജക്കോബീസ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഗോസ് സീഡാൽ ഐറ്ററേഷൻ. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ജക്കോബി സെഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോസ് സീഡാൽ ഐറ്ററേഷൻ പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഒരു ആസ് ആൻ എക്സാമ്പിൾ നമുക്കൊരു 3 വേരിയബിൾസ് ഉള്ള ഒരു 3 ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഇതിനൊരു ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ കൺവേർജൻസ് ഉണ്ട്. ലൈക്ക് ദി കണ്ടീഷൻ ഫോർ കൺവേർജൻസ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഫോർ കൺവേർജൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇപ്പോൾ മോഡുലസ് ഓഫ് A1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് B1 പ്ലസ് മോഡുലസ് ഓഫ് C1 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ലൈക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് അതിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഇഫ് മോഡുലസ് ഓഫ് B2 ഇസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് A2 പ്ലസ് മോഡുലസ് ഓഫ് C2 ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കുക. അതുപോലെ തേർഡ് ഇക്വേഷനിൽ ഇഫ് മോഡുലസ് ഓഫ് C3 ഇസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് A3 പ്ലസ് മോഡുലസ് ഓഫ് B3 ആണെങ്കിൽ then find z from the third equation. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ ഫോർ കൺവേർജൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സും വൈയും ഇസഡും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു ഐറ്ററേഷനിൽ കൂടിയാണ് ബാക്കി നമ്മൾ സൊല്യൂഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ജക്കോബീസ് മെത്തേഡിനും ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഒരു വ്യത്യാസം ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. 1/A1 ടൈംസ് D1 മൈനസ് B1y മൈനസ് C1 z. അതുപോലെ y is equal to 1/B2 times D2 minus A2x minus C2z and z equal to 1/C3 times D3 minus A3x minus B3y എന്നാണ് കിട്ടുക. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു x0 y0 z0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ x1 y1 z1 ഒക്കെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരു വാല്യൂ xn, അതുപോലെ yn zn, ഒരു nth സ്റ്റെപ്പിലുള്ള xn yn zn നമുക്കറിയാമെന്ന് വിചാരിക്കാം. xn yn zn നമ്മൾ അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ ജക്കോബീസ് മെത്തേഡിലാണെങ്കിൽ ഈ xn yn zn ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി വരുന്ന തൊട്ടടുത്ത ഐറ്ററേഷനിലെ xn പ്ലസ് 1 yn പ്ലസ് 1 zn പ്ലസ് 1 നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. yn zn xn zn xn yn. അപ്പോൾ കംപ്ലീറ്റ് ഈ 3 ടേമുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഓൾറൈറ്റ്, പക്ഷെ ഗോസ് സീഡാൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 3 ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. xn yn zn നമ്മൾ കയ്യിലുണ്ട്. അപ്പോൾ xn+1 കണ്ടുപിടിക്കാൻ xn+1ൻ്റെ ഫോമുലയ്ക്കകത്ത് നമുക്കൊരു yയും ഇസഡും ആണ് വേണ്ടത്. അപ്പോൾ വൈയുടെ ഇസഡിനെ തൊട്ട് മുമ്പിലുള്ള നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് yn ഇസഡിനും ആണ്. അപ്പോൾ ഫസ്റ്റ് ഫോമുലയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇതാണ് xn+1ൻ്റെ ഫോമുല. ഓക്കെ, and when you find yn+1 it requires an x value and z value. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാല്യൂ നോക്കുമ്പോൾ ഈ എക്സ് എന്നിലും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള xn+1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കണം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓൾറൈറ്റ്, അപ്പോൾ ഇത് xn അല്ല, ഇത് xn+1 ആയിരിക്കും. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാല്യൂ വേണം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇസഡൻ എന്ന് പറഞ്ഞ വാല്യൂ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഇസഡന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വാല്യൂ ആയിരിക്കണം കിട്ടുന്നുണ്ട്. അതിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ zn+1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു എക്സും വൈയും ആണ്. റൈറ്റ്, അപ്പോൾ എക്സിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ xn+1 ആണ്. റൈറ്റ്, xn+1 ആണ്. അപ്പോൾ ഇവിടെ n പോരാ, പകരം അതിലും റീസെൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് n+1. xn+1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ y കണ്ടുപിടിക്കുമ്പോൾ yn അല്ല, ആ yn ശേഷം നമുക്കൊരു yയുടെ റീസെൻ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട് yn+1. ആ വാല്യൂ ആയിരിക്കണം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ജക്കോബീസ് മെത്തേഡ് തന്നെ, പക്ഷേ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ടാണ് തൊട്ടടുത്ത അപ്രോക്സിമേഷനിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ജക്കോബീസ് മെത്തേഡുമായിട്ടുള്ള വ്യത്യാസം എന്താ? ഈ 3 വാല്യൂസ് ആണ്. ഈ 3 വാല്യൂസ് വെച്ചാൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് വെച്ചിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺവേർജൻസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഏറ്റവും റീസെൻ്റ് വാല്യൂസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത് കൺവേർജൻസ് ഇപ്പോൾ ജക്കോബീസ് മെത്തേഡിൽ ഒരുപക്ഷെ 6 സ്റ്റെപ്പിൽ ചെയ്യുന്ന പ്രോബ്ലം ഗോസ് സീഡാൽ മെത്തേഡിൽ ഒരുപക്ഷെ 4 സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയേക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് അതുകൊണ്ട് ജക്കോബീസ്
ഗോസ് സീഡാൽ മെത്തേഡിൻ്റെ ജനറൽ ഫോർമുല എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 20x plus y minus 2z equal to 17, 3x plus 20y minus z equal to minus 18, 2x minus 3y plus 20z equal to 25. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ജക്കോബീസ് മെത്തേഡ് വെച്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എനിവേ ഇതിൻ്റെ ഡയഗണൽ ഡോമിനൻസ് പ്രോപ്പർട്ടി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, ബിക്കോസ് 20 is greater than 1 plus 2. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ അഗെയിൻ കോഎഫിഷ്യന്റ് ഓഫ് y is 20 which is greater than 3 plus 1. And from the third equation again, coefficient of z is 20 which is greater than 2 plus 3. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് 1/20 ടൈംസ് 70 മൈനസ് y പ്ലസ് 2z എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് y is equal to കണ്ടുപിടിക്കാം. ദാറ്റ്സ് അഗെയിൻ 1/20 ടൈംസ് മൈനസ് 18 മൈനസ് 3x പ്ലസ് z എന്ന് കിട്ടും. And from the third equation z is equal to again 1/20 times 25 minus 2x plus 3y. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് കിട്ടുക. അപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ അപ്രോക്സിമേഷൻ ഇതിനകത്ത് പറയണം. അപ്പോൾ ഇനിഷ്യൽ അപ്രോക്സിമേഷൻ ലെറ്റ്സ് ടേക്ക് x നോട്ട് ഈക്വൽ ടു 0, y നോട്ട് ഈക്വൽ ടു 0, z നോട്ട് ഈക്വൽ ടു 0. ഇനി ഓരോന്നിനും നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻ ഫസ്റ്റ് ഐറ്ററേഷൻ x1 is going to be x1ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/20 ടൈംസ് 17 മൈനസ് y നോട്ട് മൈനസ് 2z നോട്ട് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത റീസെൻ്റ് വാല്യൂ y നോട്ടും z നോട്ടും ആണ്. അപ്പോൾ ഇത് രണ്ടും 0 ആണ്. അപ്പോൾ വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 17/20 എന്ന് കിട്ടും. 17/20 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും 0.85 എന്നാണ് കിട്ടും, 8500. ഓൾറൈറ്റ്, അടുത്തത് y1 കണ്ടുപിടിക്കുമ്പോൾ ഫോർമുല ഈസ് 1/20 ടൈംസ് മൈനസ് 18 മൈനസ് x1. ഇപ്പോൾ നമുക്കൊരു എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. x1 എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓൾറെഡി x1 ഉണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളത് x ആണ്. അപ്പോൾ മൈനസ് 3x1 പ്ലസ് ഇനി ഇസഡിന് നമുക്ക് ഏറ്റവും റീസെൻ്റ് വാല്യൂ z നോട്ട് തന്നെയാണുള്ളത്. അപ്പോൾ z നോട്ട് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ x1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, z നോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിട്ട് വേണം y1 കണ്ടുപിടിക്കാൻ. ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജക്കോബീസ് മെത്തേഡ്, ജക്കോബീസ് ആൻഡ് ഗോസ് സീഡാൽ. ഇപ്പോൾ ജക്കോബീസ് ആയിരുന്നു ഈ x1ൻ്റെ സ്ഥാനത്ത് നമ്മൾ x നോട്ട് തന്നെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് x1 കിട്ടിയപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ y1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1.0275 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് z1 ആണ്. z1 ഈസ് അഗെയിൻ 1/20 ടൈംസ് 25 മൈനസ് 2x1. x1 നമുക്ക് അവൈലബിൾ ഏറ്റവും റീസെൻ്റ് വാല്യൂ ആണ്. അതുപോലെ y-യുടെ വാല്യൂം ഏറ്റവും റീസെൻ്റ് നമുക്ക് പുതിയൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ x1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള y1 വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, എന്നിട്ട് വേണം ഫോർമുല വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 1.0109 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ x1, y1, z1 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, അടുത്ത് നമ്മൾ ഇനിയിപ്പോൾ x2 കണ്ടുപിടിക്കണം. സെക്കൻഡ് ഐറ്ററേഷനിൽ നമ്മൾ x2 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1/20 ടൈംസ് 17 മൈനസ് y1 പ്ലസ് 2z1. ഇപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് y1ഉം x1ഉം z1ഉം നമ്മുടെ കയ്യിലുള്ളൂ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 1.0025 എന്ന് കിട്ടും. അടുത്തത് y2 കണ്ടുപിടിക്കുമ്പോൾ 1/20 ടൈംസ് മൈനസ് 18 മൈനസ് 3. ഇപ്പോൾ നമ്മൾ x2 കണ്ടുപിടിച്ചു, ഇവിടെ x2 കണ്ടുപിടിച്ചു. അപ്പോൾ ആ x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് z1 നമുക്ക് പഴയ വാല്യൂ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -0.9998 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ z2 കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് x2 ആൻഡ് y2. ഓക്കെ, സോ ഇറ്റ്സ് 25 മൈനസ് 2x2ൻ്റെ വാല്യൂ നമുക്കറിയാം, അതുപോലെ y2ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ആ വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 0.9998 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഇറ്ററേഷനിൽ x3 is going to be 1/20 17. y വാല്യൂ നമുക്കിപ്പോൾ y2 ആണ് ഏറ്റവും റീസെൻ്റ് വാല്യൂ ഉള്ളത്, പ്ലസ് 2. z-ൻ്റെ വാല്യൂ z2 ആണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് 1.0000 എന്ന് കിട്ടും.
അതുപോലെ y3 is equal to 1/20 times minus 18 minus 3. ഇപ്പോൾ നമുക്ക് x3യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ z-ൻ്റെ നമ്മുടെ പഴയ വാല്യൂ തന്നെ ഉള്ളൂ, z2 തന്നെയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1.0000 എന്ന് കിട്ടും. ആൻഡ് ഫൈനലി z3 is going to be 1/20 times 25 minus 3x3 plus 2y3. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള x3 y3 ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ 1000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? x equal to 1, y equal to -1 and z equal to 1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പ്രോബ്ലം നമ്മൾ ജക്കോബീസ് മെത്തേഡിൽ ചെയ്തപ്പോൾ 6 സ്റ്റെപ്പിലാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ നമുക്കത് 3rd സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ കൺവേർജൻസ് നടക്കുക. ഓക്കെ, സോ hope you get that, and we'll do just one more problem. Alright, ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. അപ്പോൾ ഇതൊരു 4 വേരിയബിൾസും 4 ഇക്വേഷൻസും ഉള്ള കുറച്ചൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് 10x1 minus 2x2 minus x3 minus x4 equal to 3 minus 2x1 plus 10x2 minus x3 minus x4 equal to 15 and so on. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡയഗണൽ പൊസിഷൻസ് നമ്മൾ നോക്കിയാൽ 10 എന്നാണ് കാണുന്നത്, എല്ലായിടത്തും 10 ആണുള്ളത്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് ലൈക്ക് 2 + 1 + 1ലും കൂടുതലാണ്. അതുപോലെ ഈ 10 എന്ന് പറയുന്നത് 2 + 1 + 1ൽ കൂടുതലാണ്. ഈ 10ഉം 2 + 1 + 1ൽ കൂടുതലാണ്. അപ്പോൾ ജനറലി നമുക്ക് പറയാം ലൈക്ക് ഡയഗണൽ എൻട്രി modulus of 10 is greater than mod 2 plus mod -1 plus mod -1. ഇങ്ങനെ നമുക്ക് പറയാം. ഇത് എല്ലാ റോയിലും ഇത് ശരിയാണ്. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് റോയിൽ നിന്ന് x1 കണ്ടുപിടിക്കാം, സെക്കൻഡ് റോയിൽ നിന്ന് x2 കണ്ടുപിടിക്കാം, തേർഡ് റോയിൽ നിന്ന് x3 കണ്ടുപിടിക്കാം, ഫോർത്ത് റോയിൽ നിന്ന് x4 കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യന്റ് 10 ആയതുകൊണ്ട് നമുക്ക് ഡിവിഷനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ x1 കണ്ടുപിടിച്ചാൽ 2x2 3 plus 2x2 plus x3 plus x4 divided by 10 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. x1 is equal to 0.3 plus 0.2 x2 plus 0.1 x3 plus 0.1 x4. അതുപോലെ x2 സെക്കൻഡ് ഇക്വേഷൻ x2 ആണ് 1.5 plus 0.2 x1 plus 0.1 x3 plus 0.1 x4. Then x3 2.7 plus 0.1 x1 plus 0.1 x2 plus 0.2 x4. And x4 is equal to -0.9 plus 0.1 x1 plus 0.1 x2 plus 0.2 x3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇനിഷ്യൽ ഐറ്ററേഷൻ പറയണം, എല്ലാ വാല്യൂസും 0 കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ x1 x2 x3 x4 ആണ് വേരിയബിൾ. അപ്പോൾ ഓരോ ഐറ്ററേഷൻ അറിയാൻ വേണ്ടി ഞാൻ മുകളിലാണ് 0 കൊടുത്തിരിക്കുക. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഞാനിങ്ങനെ x1 0 x2 0 x3 0 x4 0 എന്നാണ് കൊടുത്തേക്കുക. അപ്പോൾ വാല്യൂസ് എല്ലാം 0 കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഐറ്ററേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് x11 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഐറ്ററേഷനിൽ x11 കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ x1-നകത്ത് നമുക്ക് നോക്കിയറിയാം x2 x3 x4 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ റീസെൻ്റ് വാല്യൂസ് എന്ന് പറയുന്നത് x2 x3 x4 എല്ലാം 0 ആണ്. അപ്പോൾ ഇത് മൂന്നും 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 0.3 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ x1 കിട്ടി. അടുത്തത് x21 കണ്ടുപിടിക്കാം. x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x21-ൽ നമുക്ക് x1 x3 x4 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും റീസെൻ്റ് വാല്യൂ x1 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, x1 0.3 ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.5 പ്ലസ് 0.2 ടൈംസ് x1ൻ്റെ സ്ഥാനത്ത് 0.3 കൊടുക്കാം. സോ 0.2 ടൈംസ് 0.3. പിന്നെ ഉള്ളത് x3 x4 ആണ്. x3 x4 പിന്നെ ഉള്ളത് 0 0 ആയേ ഉള്ളൂ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.56 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് x31 കണ്ടുപിടിക്കണം. x31 എന്ന് പറയുന്നത് 2.7 പ്ലസ് 0.1 x1 ഇപ്പോൾ നമുക്കറിയാം 0.3 ആണ്, പ്ലസ് 0.1 ടൈംസ് x2 1.56 ആണ്. ലാസ്റ്റ് വാല്യൂ x4 ആണ്. x4 ഇപ്പോൾ നമുക്ക് പുതിയ വാല്യൂ ഇല്ല, പഴയ 0 തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x3യുടെ വാല്യൂ കിട്ടും. അപ്പോൾ x3യുടെ വാല്യൂ 2.886 എന്ന് കിട്ടും. 886 എന്ന് കിട്ടും. ഇനി അടുത്തത് x4 കണ്ടുപിടിക്കണം. x4 അപ്പോൾ x4ൻ്റെ വാല്യൂ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം x1 x2 ആൻഡ് x3. അപ്പോൾ x1 ഏറ്റവും റീസെൻ്റ് വാല്യൂ ഉണ്ട്, x2-നും ഏറ്റവും റീസെൻ്റ് വാല്യൂ ഉണ്ട്, x3-ക്കും ഏറ്റവും റീസെൻ്റ് വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ വാല്യൂ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ -0.9 പ്ലസ് 0.1 ടൈംസ് 0.3 പ്ലസ് 0.1 ടൈംസ് x2 is 1.56 പ്ലസ് 0.2 ടൈംസ് x3 is 2.886.
ഈ റീസെൻറ്റ് വാല്യൂസ് ആണ് നമ്മൾ x4ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x4 1ന് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -0.1368 ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഐട്രേഷൻ വെച്ചിട്ട് നമ്മൾ ഇതേ ഫോർമുല, ഈ ഫോർമുലയ്ക്കകത്ത് ഏറ്റവും റീസെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ അതിൻ്റെ വാല്യൂസ് മാത്രം ഇവിടെ എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് യു ക്യാൻ വെരിഫൈ ഇറ്റ് ലേറ്റർ. ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഐട്രേഷൻ വാല്യൂ. x1, x2, x3, x4ൻ്റെ സെക്കൻഡ് ഐട്രേഷൻ വാല്യൂസ് ആണിത്. അതുപോലെ ഇതാണ് തേർഡ് ഐട്രേഷൻ വാല്യൂസ് നമുക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ ഫോർത്ത് ഐട്രേഷൻ 0.9968, 1.9982, 2.9987, -0.0008. അതുപോലെ ഫിഫ്ത്ത് ഐട്രേഷൻ വരുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വാല്യൂസ് തന്നെ കിട്ടും. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് iteration almost you will get, it's like 9999. So that can be approximated as 1, 2, 3 and 0. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയും. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഐട്രേറ്റീവ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്, ജക്കോബിയസ് മെത്തേഡ് ആൻഡ് ഗോസ് സീഡൽ ഐട്രേഷൻ. രണ്ടിൻ്റെയും ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ ജക്കോബീസ് മെത്തേഡിൽ തൊട്ട് മുൻപുള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ് അങ്ങനെ തന്നെ എടുത്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക. പക്ഷേ ഗോസ് സീഡൽ മെത്തേഡിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് വാല്യൂസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഗോസ് സീഡൽ മെത്തേഡ് ആയിരിക്കും കൺവേർജൻസ് എളുപ്പത്തിൽ കൺവേർജൻ്റ് ആവുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. ദിസ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓൾറൈറ്റ്. ഓക്കെ, സീ യു ദെൻ, ബൈ.